കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു സ്പെഷ്യൽ അതിഥിയുണ്ട്. ആരാണെന്ന് കാണാം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സരയു. വെൽക്കം സരയു. സരയു, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു താങ്ക് യു പറയുന്നു വന്നതിലും. ഇന്ന് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇത് ആക്ച്വലി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സാറിനെ മീറ്റ് ചെയ്യാനും ഇങ്ങനെ ഒന്നിച്ച് കുക്ക് ചെയ്യാനും സാധിക്കുന്നതിൽ. പക്ഷെ ആക്ച്വലി സ്പീക്കിംഗ് ഒരു വൈവയ്ക്ക് വന്ന് നിൽക്കുന്ന മാതിരിയാണ് കോളേജിൽ ഇവിടെ വന്ന്. അതിൻ്റെ യാതൊരു ഇത് ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ കൂടെ സഹായിക്കും. നമുക്ക് നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് ഓരോ രുചികളൊക്കെ അറിയാൻ പറ്റും. അതിനെ കൂടുതൽ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളും കേൾക്കാൻ പറ്റും. പ്രേക്ഷകർക്കും അതൊക്കെയാണ് താല്പര്യം. അപ്പം എന്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു ചെറിയ വിഭവമാണ്. ഞാൻ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഈസി ആയിട്ട് നൈറ്റിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഒരു പംകിൻ സൂപ്പ്. അപ്പോൾ സരയു പറഞ്ഞ പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല. മത്തങ്ങ, കുറച്ച് തേങ്ങാപ്പാൽ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ബട്ടർ, കുരുമുളക്, കറിവേപ്പില, മല്ലിയില. സിമ്പിൾ സാധനമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പംകിൻ സൂപ്പ് ഉണ്ടാക്കുന്നത്. തുടങ്ങിക്കോളൂ. ഇത് മാസ്റ്റർ ഷെഫ് മത്സരമൊന്നുമല്ല. നിങ്ങളുടെ ഒരു റെസിപ്പി അസൈൻമെന്റ് പ്രൊജക്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നവര്. അങ്ങനെ ഐശ്വര്യമായിട്ട് മത്തങ്ങ സൂപ്പ്, പംകിൻ സൂപ്പ് എന്ന് പറഞ്ഞ ആളുകൾ വിചാരിക്കും വേറെ വല്ല സംഭവം. ജാടക്കൊക്കെ ഇരുന്നിട്ടല്ലേ. അപ്പോൾ ബട്ടറാണ് അതിൽ. ഫസ്റ്റ് കുറച്ച് ബട്ടർ ഇടാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ കുറെ വിശേഷങ്ങളൊക്കെ പറയണം. കുറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ പുതിയത് ഈ വർഷം വരുന്നു. ഹസ്ബൻഡ് പുതിയ സിനിമ സംവിധാനം ചെയ്യുന്നു, അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു. അതിനു വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ല. അതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഈ വർഷത്തത്. സനൽ എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. അദ്ദേഹം കുറച്ചാളായിട്ട് അസിസ്റ്റന്റ് അസോസിയേറ്റ് ഡയറക്ടർ ഒക്കെ ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഡെബ്യൂ ഡയറക്ടർ ആയിട്ടുള്ള ഫസ്റ്റ് മൂവി അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചില്ല. ഞാൻ വീട്ടിൽ കേട്ടില്ലല്ലോ. ഓക്കെ. അപ്പോ ഇന്ദ്രജിതേട്ടനാണ് ചെയ്തിട്ടുള്ളത്. ഇന്ദ്രേട്ടൻ, നൈലയുണ്ട്, പ്രകാശ് രാജ് സാർ ഉണ്ട്. അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള മൂവിയാണ്. ഫസ്റ്റ് ഡെബ്യൂ മൂവി തന്നെ നല്ല സ്റ്റാർസിനെ ഒക്കെ വെച്ചിട്ട് അതിനോട് ഭാര്യയെ അഭിനയിച്ചു. പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പൊ അത് ഈ വർഷം ഏകദേശം മാർച്ചോടുകൂടി തന്നെ നമ്മൾ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് സിനിമയുടെ പേര്? കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ. തിരക്കഥയൊക്കെ പുള്ളിയുടെ ആണോ അതോ? ഇല്ല, തിരക്കഥ അഭയകുമാർ, അനിൽ കുര്യൻ എന്ന് പറഞ്ഞ രണ്ടുപേരാണ്. അഭിനയം അല്ലാതെ ഭർത്താവിനെ സഹായിക്കാൻ എന്തെങ്കിലും പോയോ? എനിക്ക് ഇഷ്ടമാണ് സാർ, ഇതൊന്ന് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പേര് വെച്ച് അങ്ങനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ത്രൂ ഔട്ട് നിന്ന് പഠിക്കാൻ കിട്ടിയൊരു അവസരം ഒഴിവാക്കിയില്ല. ഇത്രയൊക്കെ ചോദിച്ചത് ഇത് പ്രണയ വിവാഹമാണോ? അതെ, തീർച്ചയായിട്ടും. ഞങ്ങള് വർഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്. അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു സനൽ. അപ്പൊ അവിടെ നിന്നുള്ള പരിചയമാണ്. വീട്ടിലൊക്കെ എന്തൊക്കെയാണ് സാധാരണ ഭക്ഷണം കഴിക്കാറ്? ഞാൻ ഫിഷ് മാത്രമേ അങ്ങനെ കഴിക്കാറുള്ളൂ. പക്ഷെ സത്യം പറഞ്ഞാൽ വീട്ടിൽ അങ്ങനെ കുക്ക് ചെയ്യാറില്ല. ഫിഷ് കുക്ക് ചെയ്യാറില്ല. അത് എനിക്ക് കുറച്ച് സമയം വേണ്ടതുകൊണ്ട് വെജിറ്റേറിയൻ അധികം കുക്ക് ചെയ്യാറുള്ളൂ. സാറേ, പംകിൻ ഇതൊന്ന് ഇതായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് പംകിൻ ഇടാണ്. ഇനി ഇതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. ബട്ടറിലും സോട്ടായിട്ടല്ലേ? ഇനി അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ. തീർച്ചയായിട്ടും. സരയുവിന്റെ കരിയർ എങ്ങനെയാണ് തുടങ്ങിയത്? എവിടെ നിന്നാണ് അത്? ഒരു ആക്ട്രസ് ആവണം അല്ലെങ്കിൽ എന്താണ്? ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല സാർ. എനിക്ക് ജേർണലിസ്റ്റ് ആവണമെന്നായിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു. ഡിഗ്രി ചെയ്യണം, PG ചെയ്യണം, അത് കഴിഞ്ഞ് പ്രസ് ക്ലബ്ബിൽ പോകണം, ജേർണലിസം പഠിക്കണം, എവിടെയെങ്കിലും ചെയ്യണം, ചറവറ ചോദ്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ
യൂസ് ചെയ്തിട്ടുള്ള ചായ, അതിനോടൊപ്പം തന്നെ കാടമം, ഗ്രീൻ കാടമത്തിൻ്റെ ഒക്കെ ഫ്ലേവർ. പംകിനൊക്കെ അങ്ങനെ വെന്ത്, മത്തങ്ങയൊക്കെ ചൂട് നമ്മൾ വിചാരിക്കും ഭയങ്കര ഹാർഡ് വെജിറ്റബിൾ ആണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് ഭയങ്കര സോഫ്റ്റാണ്. ഒന്ന് സ്റ്റീം ആയി തന്നെ നല്ല സോഫ്റ്റായിട്ട് ബോയിലാവും. അപ്പോൾ ഇത് കുക്ക് ചെയ്തിട്ട് നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കും അല്ലേ? ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം സാർ നമുക്ക്. ഓക്കെ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കഴിക്കാൻ ഒരു കൊതി വരുന്ന സംഭവം ഡിപ്പെൻഡ് സാർ എങ്ങോട്ട് പോണെന്നാണ്. ഇപ്പൊ ഫ്ലാറ്റിലാണെങ്കിൽ ഞാൻ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ സിമ്പിൾ സാധനമായിട്ടൊക്കെ. വീട്ടിലാണെങ്കിൽ നാടൻ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്. കഞ്ഞിയോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. വീട്ടിൽ അമ്മയുണ്ട്, അപ്പൊ അവിടെ പോവാണെങ്കിൽ പിന്നെ പതുക്കെ അമ്മയെ കൊണ്ടൊക്കെ നമ്മൾ ഓൾറെഡി ടയർഡായിട്ടായിരിക്കും വരിക. അല്ലെങ്കിലും ടയർഡ് അല്ലെങ്കിലും ഒന്നും ഉണ്ടാക്കാറില്ലെന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിൽ പണ്ടും പഠിച്ചോണ്ടിരുന്ന പോലും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ ഭയങ്കര ആവേശമായിരുന്നു, അന്നൊക്കെ ഭയങ്കര കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യാൻ പോലെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക പ്രിഫറൻസ് ഉണ്ടോ? എനിക്ക് ഇങ്ങനെ നാടൻ ഫുഡ് തന്നെ കഴിക്കണം. ഏതാണ് ഏറ്റവും ഫേവറേറ്റ് സീ ഫുഡ്? അതോ മീൻ മാത്രമാണോ? അതോ ഏത് മീനാണ്? മീൻ ഏതാണ് കുഴപ്പമില്ല, പിന്നെ പ്രോൺസിനോടൊരു ഇഷ്ടക്കൂടുതലുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ സീ ഫുഡൊക്കെയാണ് സ്കാലപ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതും എന്തായാലും ടേസ്റ്റ് ചെയ്യണം തീർച്ചയായിട്ടും. വെള്ളമൊക്കെ പറ്റിയില്ലേ? നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മത്തങ്ങ അരച്ച് നല്ല ബെറ്റർ ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് തുടങ്ങിക്കോളി. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര അഡ്വഞ്ചറസ് ആണ്, അമേരിക്കയിൽ പോയി സ്കൈ ഡൈവ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞത്. എനിക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ സ്കൈ ഡൈവിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ട്രിപ്പിന്റെ ഭാഗമായിട്ട് US പോയതാണ്. സാർ കുറച്ചുകൂടെ ബട്ടർ ഇടുകയാണ്. ബട്ടർ എനിക്ക് കുറച്ച് പ്രിയപ്പെട്ട സാധനമാണ്, അപ്പോൾ ഇടാനുള്ള ഓപ്ഷൻസ് ഒന്നും ഒഴിവാക്കാറില്ല അല്ലേ? കുറച്ച് ഗാർലിക് ഇടാണ്. ഗാർലിക് വേണമെങ്കിൽ ആദ്യം ഇട്ടൂടെ? അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. ഗാർലിക്കും ജിഞ്ചറും ഇടുന്നുണ്ട് ഒരു പൊടിക്ക്. വേണമെങ്കിൽ നമുക്ക് അതും ആദ്യം ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കടിക്കാനുള്ളത് അല്ലേ? അതെ, ഇത് രണ്ട് ഓപ്ഷനാണ്. വേണമെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്ത സമയത്ത് ഈ ഗാർലിക്കും ജിഞ്ചറും ഇട്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാം. പിന്നെ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഒന്ന് ബൈറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് കാരണം ഇത് സൂപ്പിനകത്ത് ഇത് വിസിബിൾ ആയിരിക്കും, മറ്റേതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലാതെ ഒരു പ്യൂരി പോലുള്ളൊരു സൂപ്പാണ് താല്പര്യമെങ്കിൽ ആ ബോയിൽ ചെയ്തതിനകത്ത് ലേശം ഗാർലിക്കും ഇഞ്ചി ഇട്ട് സോട്ട് ചെയ്യാം. ഇതല്ലെങ്കിൽ ഇത് രണ്ടാമത് ഇടാം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ബട്ടറിൽ വീണ്ടും ഗാർലിക് ആൻഡ് ജിഞ്ചർ ഒന്ന് സോട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ പംകിൻ പ്യൂരി ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പ്യോർ മിൽക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഒരു പഞ്ചസാര ഇട്ടാൽ നല്ലൊരു പായസം വേണേ. അവസാനം പറഞ്ഞു വന്നത് സാർ ഞാൻ ഉണ്ടാക്കിയ സൂപ്പ് പായസമായി എന്നാണ്. അല്ല, ശരിക്കും ഇതൊരു കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു തിക്കായിട്ട് നമുക്കൊരു ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാണുമ്പോൾ തന്നെ ടെക്സ്ചർ കാണുമ്പോൾ അറിയാം നമ്മൾ ടയർഡൊക്കെ ആയിട്ട് പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ ഒരു ഹെവി എന്നാൽ ഒരു സൂപ്പ് കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫില്ലിംഗ് ആവും. കാരണം ആ പംകിനൊക്കെ കംപ്ലീറ്റ് അതിൻ്റെ പ്യൂരി ഉണ്ട്, നല്ല തിക്കാണ്, കോക്കനട്ട് മിൽക്ക് ഉണ്ട്. യെസ്, ആവശ്യം ഉൾപ്പെടുക അല്ലേ? യെസ്, അത് അത്രയും മതി. ഏകദേശം നമ്മൾ സെറ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഓപ്ഷൻസ് അനുസരിച്ചിട്ട് ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യാം. എനിക്ക് എരിവും കുറച്ച് ഇഷ്ടമാണ്, അതുകൊണ്ട് ലാസ്റ്റ് കുറച്ച് നമുക്ക് നമ്മുടെ കൊറിയാൻഡർ ലീവ്സ് ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. കേട്ടില്ല ആരും എന്റെ അടുത്ത് പറഞ്ഞ വലിയ വെള്ളം വന്ന് എന്റെ ചെവി പറയാം വേണമെങ്കിൽ ഇച്ചിരി മല്ലിയിലൊക്കെ ഇടാന്ന് എന്റെ ഗാർണിഷ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്, മല്ലിയില, മിന്റ് ലീവ്സ് എല്ലാം ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ബട്ടറിന്റെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ കിട്ടുന്ന ഓപ്ഷൻസ് എല്ലാം ഉപയോഗപ്പെടുത്തും. നമുക്ക് ബൗളിലേക്ക് മാറ്റാം.
അങ്ങനെ സൂപ്പ് റെഡിയാണ്. പിന്നെ സരയുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇതുവേണ്ട ഉണ്ടാക്കി കൊടുക്കാനുള്ള ധൈര്യമുണ്ടോ? അയ്യോ ഒരിക്കലും ഇല്ല. സുരേഷ് ചേട്ടൻ ഭയങ്കര ഫുഡിയാണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാം ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. സത്യം. ഭക്ഷണം, നല്ല ഭക്ഷണം കിട്ടിയാൽ ഷെയർ ചെയ്യാനുള്ളൊരു മനസ്സുണ്ട് അദ്ദേഹത്തിന്. ഈശ്വര, സത്യമായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പ് ഇഷ്ടപ്പെടുന്നതിനുപരി ഒരു പ്രത്യേകതരം ഫ്ലേവറാണ്. സ്പെഷ്യലി ആ പംകിൻ ബട്ടറിൽ സോട്ട് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അതിനകത്ത് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തു, ഗാർലിക്കും ജിഞ്ചറും, ജസ്റ്റ് ബ്ലാക്ക് പെപ്പറിൻ്റെ സ്പൈസ് മാത്രം. അപ്പം കുരുമുളക്, തേങ്ങാപ്പാൽ, മത്തങ്ങ, അതിനകത്ത് നല്ല നെയ്യ്, ഇത്രയും സംഭവങ്ങളോടെ ചേരുമ്പോൾ പുതിയൊരു ഫ്ലേവർ വന്നു. താങ്ക് യു സരയു, അമേസിങ്. നിങ്ങളൊക്കെ ഈ റെസിപ്പി ട്രൈ ചെയ്യണം. സരയുവിൻ്റെ സ്പെഷ്യൽ പംകിൻ കോക്കനട്ട് മിൽക്ക് സൂപ്പ്. അപ്പോൾ ഇത്രയും നല്ലൊരു റെസിപ്പി തന്നതിന് നമ്മളൊരു ഗിഫ്റ്റ് തരും. ആ ഗിഫ്റ്റ് കൂടെ വാങ്ങിച്ചിട്ടാണ് പോകേണ്ടത്. ആദ്യം തന്നെ നോൾട്ടയുടെ ഒരു പ്രീമിയം കുക്ക് വെയർ ആണ്. ഓക്കെ, തീർന്നിട്ടില്ല, വെയിറ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ അമിയോന്റെ ഒരു ബ്രെഡ് ടോസ്റ്ററും ഉണ്ട്. താങ്ക് യു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളതെന്നോട് പറയാം. ആദ്യം തന്നെ സാറിനോട് ഒരുപാട് താങ്ക്സ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ടെൻഷനായിരുന്നു നമുക്കൊരു ടെൻഷൻ തന്നെയാണ് മനസ്സിൽ. പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് സോ സപ്പോർട്ടീവ്. ഒരുപാട് സന്തോഷം. പിന്നെ കുറേ നാളായിട്ട് ഇത് പേഴ്സണലി പരിചയപ്പെടണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ സരയു, ഒരുപാട് സന്തോഷം. പുതിയ സിനിമ വരട്ടെ, അതുപോലെ ആ സിനിമ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടെ. അതിനോടൊപ്പം ഒരുപാട് പുതിയ വേഷങ്ങളും നിങ്ങളുടെ ആഗ്രഹം പോലെ ഈ വർഷം മുഴുവൻ രണ്ടുപേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും, നല്ല നല്ല പ്രൊജക്റ്റുകൾ വരട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് നമ്മുടെ പ്രേക്ഷകരോട് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പ്രേക്ഷകരാണ് നമ്മുടെ എന്നാലും ഈ പറയുന്ന സപ്പോർട്ടൊക്കെ. എന്നാലും നിങ്ങളുടെ പുതിയ സിനിമയൊക്കെ വരാൻ പോകും, ഒന്ന് പറഞ്ഞു. അതെ, നമ്മുടെ സിനിമകൾ എന്നും സപ്പോർട്ട് ചെയ്ത് അത്രയധികം കൃത്യമായി വിലയിരുത്തുന്നവരാണ് പ്രേക്ഷകർ. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ സിനിമ വരികയാണ്, കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ. അതെ, ഒരു ഫൺ സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഈ സിനിമ എന്നല്ല, എല്ലാ സിനിമകളും നിങ്ങളുടെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട്, നല്ല ഭക്ഷണം പോലെ തന്നെ നല്ല സിനിമകളും എല്ലാവരും ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് സൂക്ഷിക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. നിങ്ങൾക്ക് അംശത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെമ്മീൻ ഒരു മറിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് അല്ല അരമണിക്കൂർ, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് തലേ ദിവസമൊക്കെ വെച്ച് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്ലേവർ ആയിരിക്കും. പക്ഷേ ചെമ്മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ലൈം ജ്യൂസൊക്കെ ഒഴിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഫ്ലേവർ എല്ലാം വരും. അപ്പം മസാലയൊക്കെ മറിനേറ്റ് ചെയ്തിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കണ്ടേ. അതിനോടൊപ്പം ഈ മസാല ചെമ്മീൻ പൊരിച്ചിട്ട് കുറച്ച് നല്ല സവാളയും ഉള്ളിയും പച്ചമുളകും കൂടെ കീറി ഇതേ മസാല ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം മറിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെമ്മീൻ പൊരിക്കുന്ന നോക്കാം. ചെമ്മീനൊക്കെ നന്നായിട്ട് മറിനേറ്റായി. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ ഇത് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് ഈ ചെമ്മീൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഫ്രൈ ആവേണ്ടത്. ശരിക്കും ഇതിൻ്റെ ഒരു ഡിഗ്രി നമ്മൾ ഒരു ഫ്രയറിനകത്തൊക്കെ
ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് ചൂട് എന്ത് സാധനവും ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് പാനിനകത്ത് നമുക്ക് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ വലിയൊരു ഫ്രയറിലൊക്കെ നിങ്ങൾക്ക് ചിപ്സൊക്കെ പൊരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ അറിയണമെങ്കിൽ 180 ആണ്. അപ്പോൾ ശരിക്കൊരു സ്മോക്കി പുക വരുന്നൊരു പരുവത്തിൽ, അല്ലെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് 180ക്ക് മേലെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് സാധനവും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ആദ്യം തന്നെ അതിൻ്റെ പ്രതലം, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഷെൽ ഫിഷ് അല്ലെങ്കിൽ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ 180 ഡിഗ്രി ഏറ്റവും പെർഫെക്റ്റായിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റിയ ഒരു ടെമ്പറേച്ചറാണ്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ നമ്മൾ പ്രോൺ ഫ്രൈ ചെയ്യുന്നു. അതിനുശേഷം സവാള ഉള്ളി മറിനേറ്റ് ചെയ്തിട്ട് അതുപോലെ അതിൻ്റെ കൂടെ പൊരിച്ചെടുക്കും. അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതേ അരപ്പിൽ കുറച്ച് സവാള, പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില ഇങ്ങനെ മറിനേറ്റ് ചെയ്ത് വയ്ക്കും. ഒരു 4-5 മിനിറ്റ് കൊണ്ടൊക്കെ ചെമ്മീൻ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. നമുക്കറിയാം നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ തന്നെ ഈ മസാലയൊക്കെ അതിനകത്ത് മറിനേറ്റ് ആയിട്ടുണ്ട്. അതിനോടൊപ്പം ചെമ്മീൻ ഫ്രൈ ചെയ്ത് ഒരു 60-70% ആകുമ്പോൾ ഇതിനോടൊപ്പം ഉള്ളിയും മുളകും ഇടും. മുളകും ഇട്ടിട്ട് എല്ലാം കൂടെ വറുത്ത് കോരി എടുത്തിട്ടാണ് ഈ ചെമ്മീൻ വറുവലുണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നല്ലൊരു സ്റ്റാർട്ടറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഫ്രൈ ചെയ്ത് കഴിക്കുന്നവർക്ക് ചെമ്മീൻ ചിലർക്ക് സോക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും, പാൻ ഫ്രൈ ചെയ്യുന്നതായിരിക്കും. ഈ ഡീപ്പ് ഫ്രൈ ആയിട്ട് മറിനേറ്റ് ചെയ്ത് പ്രോൺ കഴിക്കുന്നവർക്ക് പറ്റിയ ഉഗ്രൻ റെസിപ്പിയാണിത്. അപ്പോൾ ചെമ്മീൻ ഏകദേശം ഒന്ന് നല്ല മസാലയൊക്കെ കറക്റ്റായിട്ടുണ്ട്. അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഈ മുളകും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഫ്രൈഡ് ഓണിയൻ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രൈഡ് ഓണിയൻ, ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ഓണിയൻ, ഗ്രീൻ ചില്ലി, നേരത്തെ മറിനേറ്റ് ചെയ്ത് ക്രിസ്പി ഫ്രൈ, നല്ല ക്രിസ്പി ആ മസാലയൊക്കെ നമ്മൾ മറിനേറ്റ് ചെയ്തൊക്കെ പ്രോണിനകത്ത് കോട്ടിംഗ് ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡ്രൈ ഫ്രൈ പ്രോൺ വറുവലാണ്. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളകും ചോപ്പ് ചെയ്ത കറിവേപ്പിലിട്ട് മറിനേറ്റ് ചെയ്തു, വെളിച്ചെണ്ണയിലൊന്ന് പൊരിച്ചു. അതിനോടൊപ്പം ആ മസാലയിൽ തന്നെയുള്ള സവാള ഉള്ളിയും പച്ചമുളകും ഇട്ടാണ് വറുത്തെടുത്തത്. പിന്നീട് ആ എണ്ണ മാറ്റി ലേശം കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് ഡ്രൈ ആക്കിയെടുത്ത പ്രോണാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്.